दीन का पर्चा परचम दीन इस्लाम का लहरा दिया शालियाती करामत पे लाखों सलाम. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സ്നേഹമുള്ള സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും ഖൈറും ലത്ഫും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവർ സംബന്ധിച്ചത് അടുത്ത കാലഘട്ടത്തിൽ പല നിലക്കും തുല്യതയില്ലാത്ത വലിയ ഒരു ആലിമും വലിയും ആരിഫും ആയ ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് ഗോ ശാലിയാത്തി അലൈഹി റഹ്മത്തു വറിദ്വാൻ വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക് യൗമുൽ മശായിഖ് എന്ന നിലക്ക് അവിടുത്തെ ദർബാറിൽ, അവിടുത്തെ ഹളറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെയും അവിടുത്തെ മശായിഖിന്റെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. മർക്കസു അകാബിരി അഹ്ലി സുന്ന ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ എന്ന് പറയുന്ന ഈ മഹത്തായ കിതാബുകളുടെ സാഗരമുള്ള ഈ പുണ്യ കുതുബ്ഖാനയിലുള്ള ഓരോ കിതാബുകളുടെയും മുസന്നിഫീങ്ങളായ അല്ലാഹുവിന്റെ മെഹബൂബീങ്ങൾ, അവരൊക്കെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, യൗമുൽ മശായിഖ് ഉറൂസ് ശാലിയാത്തി റഹിമഹുല്ലാ ആ പുണ്യ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാധാരണ പറയുന്ന മുൻകർ നക്കീർ അലൈഹിമുസ്സലാം ചോദ്യം ചോദിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ അതിന് മറുപടി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ മലക്കുകൾ പറയും നംക നൗമത്തിൽ അറൂസ്. അറൂസ് എന്ന് പറഞ്ഞാൽ സന്തോഷം, പുതിയാപ്പള, പുതുനാട്ടി, സന്തോഷത്തിന്റെ ദിവസം എന്നൊക്കെയാണ് അതിന്റെ ഭാഷ അർത്ഥം. അതുകൊണ്ട് മരണപ്പെട്ട ദിവസം മുൻകർ നക്കീർ അലൈഹിമുസ്സലാം ഖബർ ജീവിതത്തിൽ സെലക്ഷൻ നടത്തുമ്പോൾ അതിൽ റിസൾട്ടിൽ വിജയിച്ച ആളുകളോട് സന്തോഷത്തോടുകൂടെ പറയുന്ന ഒരു വാക്കാണ് നംക നൗമത്തിൽ അറൂസ്. അതുകൊണ്ടാണ് മഹാന്മാർ വഫാത്തായ ദിവസത്തെ സംബന്ധിച്ച് യൗമുൽ ഉറൂസ് എന്ന് പറയുക എന്ന് ബഹുമാനപ്പെട്ട ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫൈസല ഹഫ്ത് മസ്അല എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലും മറ്റു മഹാരഥന്മാരും തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല, ഈ പുണ്യനാട്ടിൽ മദീനത്തുൽ ഉലമാ ഷാലിയം ഷരീഫിൽ ദീർഘകാലം ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ് റഹിമഹുല്ലാന്റെ ഷെയ്ഖും കൂടിയായ അഷെയ്ഖ് അബൂബക്കർ ഇബ്നു ബഅലവി റഹ്മത്തുള്ളാഹി അലൈഹി, അഷെയ്ഖ് അബൂബക്കർ ബഅലവി കുഞ്ഞിപ്പോക്കർ ഉസ്താദ് റഹിമഹുല്ലാ ഹിദായത്തുൽ മുതലത്തിഖി ബിഖവായത്തിൽ മുതശയ്യിഖ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, അതിന് മഹാനായ ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവതാരിക എഴുതിയിട്ടുണ്ട്. ആ മഹത്തായ ഗ്രന്ഥത്തിൽ ഒരുപാട് ഔലിയാക്കൾ പറഞ്ഞ ഒരു പുണ്യവാക്ക്, ഔലിയാ ഉല്ലാഹി അറൂസുൻ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ പുതിയാപ്പന്മാരാണ്. അതുകൊണ്ട് മഹാന്മാരെ കുറിച്ച് അറൂസുൻ, റഹ്മത്തിന്റെ പുതിയാപ്പന്മാര്, അതുകൊണ്ട് ആ മഹാന്മാരുടെ വഫാത്ത് ദിനം ഉറൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശിഖീങ്ങളെ ഖബറിൽ നേരിട്ട് വന്ന് അവർക്ക് കാണാനുള്ള സൗഭാഗ്യം നൽകുന്നു എന്നതൊക്കെ ആ പുണ്യ സന്തോഷത്തിന്റെ ദിവസത്തിന് മഹാന്മാർ വഫാത്തായ ദിവസത്തെ സംബന്ധിച്ച് ഉറൂസ്, സന്തോഷത്തിന്റെ ദിവസം എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഏതായാലും ഉറൂസ് ദിനം ഒരുപാട് പുണ്യങ്ങളും ബറക്കത്തുകളും അവിടുന്ന് ഫയൂദാത്തും നൂറാനിയത്തും കരസ്ഥമാക്കാനുള്ള ഒരു പുണ്യദിനമാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ പ്രചരിപ്പിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശുയൂഖുൽ ഹിന്ദ് അല്ലാമ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഡൽഹിയിലെ ബാബുൽ ഹദീസിൽ മറവിട്ട് കിടക്കുന്ന ആ മഹാവ്യക്തിത്വം എഴുതിയ മാ സബത മിന സുന്നത്തി ഫി അയ്യാമി സന മഹത്തായ ഗ്രന്ഥം ഈ മർക്കസു അകാബി അഹ്ലി സുന്ന ദാറുൽ ഇഫ്താഇൽ അസ്ഹറിയിലുണ്ട്. ആ മഹത്തായ ഗ്രന്ഥത്തിൽ മഹാനായ ഷാഹ് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹിമഹുല്ല പറഞ്ഞു, മഹാന്മാരായ ഔലിയാക്കൾ വഫാത്തായ ദിവസം മറ്റുള്ള ദിവസത്തെക്കാളും കൂടുതൽ പുണ്യങ്ങളും പ്രകാശങ്ങളും അവിടുത്തെ ഫുയൂലാത്തും ബറക്കാത്തും പ്രതീക്ഷിക്കപ്പെടുന്ന ദിനമാണെന്ന് സാധാരണ നാം പറയാറുണ്ട്.
ആ ഒരു പുണ്യദിനത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ദർബാറിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനവറുകളുടെ എല്ലാ മശായിഖിനെയും പ്രത്യേകമായി തപസ്സുൽ ചെയ്യുമ്പോൾ പ്രത്യേകമായ മദദ്, ഉഖ്റവിയായ മദദാണ് നാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ്, മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജ് തുടങ്ങിയതും പരിശുദ്ധമായിരിക്കുന്ന മുഹറം മാസത്തിൽ തന്നെയാണ്. ആ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞു, ഫസുവാറുഹും യഊദു അലൈഹിം മദദുൻ ഉഖ്റവിയ്യുൻ ലാ യുൻകിറുഹു ഇലൽ മഹ്റൂമൂൻ. മഹാന്മാരെ സന്ദർശിക്കുന്നവർക്ക് ഉഖ്റവിയായ സഹായം കൂടി ഉണ്ടാകും. അതുകൊണ്ട് അതിനൊന്നും എല്ലാവർക്കും തടയപ്പെട്ടവരല്ലാതെ നിഷേധിക്കുകയില്ല എന്ന് മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ ഹൈതമി അൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതുപോലെ ആ മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മിർആത്തു അകാബിരിൽ ഔലിയാ, ഔലിയാക്കളുടെ വലിയ വലിയ മഹാരഥന്മാരുടെ ഒരു കണ്ണാടിയാണ് പല നിലക്കും മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. മഹാനവറുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മഹാനവറുകളുടെ പ്രവർത്തനങ്ങൾ, മഹാനവറുകളുടെ തസ്നീഫാത്ത്, മഹാനവറുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഈമാനുള്ള മനുഷ്യന്റെ കണ്ണാടി. ഈമാനുള്ള മനുഷ്യങ്ങൾക്ക് അകാബിറുൽ ഔലിയായ, ഔലിയാക്കളുടെ അകാബിരീങ്ങളായ മഹത്തുക്കളുടെ ഒരു കണ്ണാടിയായിരുന്നു മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. മഹാനവറുകളുടെ ഹളറത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹളറത്തിൽ വന്ന് അതവുകേടുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നത് അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട്, ഈ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട്, മശായിഖിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല മാഫാക്കി ആ മഹാനവറുകളുടെ എല്ലാ നിലക്കും മദദ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ബഹുമാനമുള്ളവരെ, നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഉറൂസ് മുബാറക്ക് നടത്തുന്നതും മഹാനവന്മാരുടെ സിയാറത്ത് ചെയ്യുന്നതും മഹാന്മാർക്ക് പരിശുദ്ധ ഖുർആനും മറ്റൊക്കെ ഹദിയ ചെയ്യുന്നതും അതൊക്കെ എന്തിനാണ് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. അവര് ഒരു കണ്ണാടി പോലെയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അവർ കണ്ണാടികളാണ്. ആ കണ്ണാടികളിലേക്ക് നമ്മൾ ടോർച്ചടിച്ചാൽ നമുക്കും അതിന്റെ പ്രകാശം ലഭിക്കുന്നല്ലാതെ ആ ഉറൂസ് നടത്തുമ്പോഴും മഹാന്മാർ അനുസ്മരിക്കുമ്പോഴും നമുക്കും അതിന്റെ ആ പുണ്യങ്ങൾ പ്രകാശം ലഭിക്കാമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങളും ഉറൂസ് മുബാറക്കും സിയാറത്തും എല്ലാം നടത്തുന്നത് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളെ പേര് പറയാൻ പോലും ഞങ്ങൾ അർഹരല്ല. പറയേണ്ടവർ തന്നെ പേടിച്ചുകൊണ്ടാണ് മഹാനവറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മഹാനവറുകളെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ അകാബിര്യങ്ങളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തീർ ഓക്കെ ഉസ്താദ് റഹിമഹുല്ലാഹ് എപ്പോഴും പറഞ്ഞിരുന്ന വാക്ക് ബഹറുൻ ലാ യുദ്റകു ഖഅറുഹു, അതൊരു സമുദ്രമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തീർ ഓക്കെ ഉസ്താദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മുടെ അകാബിര്യങ്ങളായ അസാത്തിദത്തിൽ നിന്ന് കേൾക്കാറുണ്ട്, സാദാത്യങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക് അൽഹംദുലില്ലാഹ് ഈ വർഷം വലിയ ഒരു സന്തോഷം. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊക്കെ ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹ അടുത്തു വന്നിട്ട് നമുക്ക് ഉറൂസ്മാർക്ക് സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് ഈ വർഷം മഹാനവറുകൾ ദർബാറിൽ വെച്ച് തന്നെ നമുക്ക് ഉറൂസിന് നിങ്ങളെ കൂടെ നമുക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തന്നതിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ആദ്യമായി അള്ളാഹുവെ സ്തുതിക്കുകയാണ്. അതോടുകൂടെ മാഷാ അല്ലാഹു തബാറക്കല്ലാഹു തഖബ്ബലല്ലാഹ് ഇതിന്റെ ഇമാറത്ത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ ആ പഴയതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ പുതുക്കം സിദ്ധിച്ചത് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പള്ളികളെ പരിപാലിക്കുന്നവർ പക്കാ മുഅ്മിനീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാരഥന്മാർ തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഫബിനാഉൽ ഖുബ്ബാതി അലാ ഖുബൂരിൽ ഔലിയാഇ എന്നൊക്കെ പറഞ്ഞ ഔലിയാക്കളുടെ മഖബറകൾ പരിപാലിക്കുന്ന സംബന്ധിച്ച് പ്രത്യേകമായി
മുഫസ്സിരീങ്ങൾ പറയുകയാണ്, പള്ളികൾ പരിപാലിക്കുന്നവരും മഖ്ബറുകളും പരിപാലിക്കുന്നവരും അതൊക്കെ പക്കാ മുഅ്മിനീങ്ങളാണെന്ന് ഈ ആയത്തിന്റെയും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറയുന്നത്, ഇമാം ശാലിയാത്തി റഹിമഹുല്ലാഹിനെ സംബന്ധിച്ച് ഇമാം നബവി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ആളാണ്. ആ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൗളത്തു ത്വാലിബീനിൽ പറഞ്ഞു, മഹാന്മാരുടെ പള്ളികൾ പരിപാലിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരുടെ മഖ്ബറുകളും പരിപാലിക്കുന്നത് ഇമാറത്തിന്റെ വിഷയത്തിൽ വസിയത്തിന്റെ വിഷയം ഒന്നിച്ച് പറയുകയാണ്. ഏതായാലും മഹാന്മാരുടെ മഖ്ബറുകൾ പരിപാലിക്കുന്നതും പള്ളികൾ പരിപാലിക്കുന്നതും അത് പക്കാ മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങളാണെന്ന് ആ ഇബാറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അവിടെ പള്ളിയെ സംബന്ധിച്ച് മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറത്തു ശരീഫയുടെ പരിസരത്ത് പള്ളി ഉള്ളതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും അസ്ഹാബുൽ കഹഫിന്റെ മഖ്ബറിന്റെ അവിടെ പള്ളി ഉണ്ടായിരുന്നു. അത് ആരാണ് ഉണ്ടാക്കിയത്? സ്വാലിഹീങ്ങളാണ് എന്നൊക്കെ മഹാന്മാരായ റൂഹുൽ ബയാനിലും തഫ്സീർ റാസിലൊക്കെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും പള്ളികളും അതേപോലെ ആ പള്ളിന്റെ അത് മഹാന്മാരുടെ മഖ്ബറിന്റെ അടുത്തുള്ള പള്ളികൾ അവിടെ നിസ്കരിക്കുന്നതൊക്കെ വലിയ പുണ്യമാണ്, ബറക്കത്താണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ മഖ്ബറത്തു ശരീഫയുടെ പരിസരത്ത് തന്നെ മസ്ജിദുൽ അസ്ഹറും ദാറുൽ ഇഫ്തായിൽ അസ്ഹറിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളികളിൽ ഇബാദത്തെടുത്ത ഓരോരുത്തരും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ മഖ്ബറത്തു ശരീഫയുടെ പരിസരത്തുള്ള നമ്മുടെ ദാറുൽ ഇഫ്തായിൽ അസ്ഹറിയ, ഉറുദുവിൽ സാധാരണ പറയുന്ന പോലെ ഖാൻഖായെ അസ്ഹരിയ ഖാദിരിയ ശാലിയാത്തിയ, ഈ പുണ്യ സ്ഥലത്തിന് ഇമാറത്ത് അൽഹംദുലില്ലാഹ് ആ മഹാനവറുകളുടെ കുടുംബത്തിൽ നിന്ന് ആ മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി സഹോദരി പുത്രന്മാർ പ്രത്യേകിച്ച് നാസിർക്കയും മറ്റുള്ളവർ ആളുകളൊക്കെ അവരുടെ പ്രവർത്തനം കൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല നിലക്ക് ഒരു ഇമാറത്ത്, അതുപോലെ പരിസരത്തുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ഇതിന്റെ ഇമാറത്തിന് വേണ്ടി പലരും അറിയാത്തവരും ഇവിടെ വരാത്തവരും പലരും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ പല നിലക്കും തുല്യത ഇല്ലാത്ത ഒരു മഹാവ്യക്തിത്വമാണ്, പല നിലക്കും തുല്യത ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവർ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് 2 സിഫത്തുകൾ അല്ലാഹു കൊടുത്തു. അല്ലാഹുവിന്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ ജലാലിന്റെ സിഫാത്തുമുണ്ട്, ജമാലിന്റെ സിഫാത്തുമുണ്ട്. ആ ജലാലിന്റെയും സിഫത്ത് അല്ലാഹു തആല അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ അമ്പിയാക്കൾക്ക് വ്യത്യസ്തമായ സിഫത്തുകൾ കൊടുക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് സിഫാത്തുൽ ജലാലും സിഫാത്തുൽ ജമാലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ സിഫാത്തുൽ ജമാലാണ് കൂടുതൽ. എന്നാൽ സിഫാത്തുൽ ജലാല് ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന് വേണ്ടി ദേശം വെക്കുക എന്നത് ആ സിഫാത്തുൽ ജലാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങൾക്ക് വ്യത്യസ്തമായ നിലയ്ക്ക് ആ സിഫാത്തുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലഘട്ടത്തിൽ പല നിലക്കും തുല്യത ഇല്ലാത്ത ഒരു മഹാവ്യക്തിത്വം ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾക്ക് സിഫാത്തുൽ ജലാലും സിഫാത്തുൽ ജമാലുമുണ്ട്. ആ സിഫാത്തുൽ ജലാല് സിഫാത്തുൽ ജമാൽ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി ദേശം വെക്കുക, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി ദേശം വെക്കുക. ഇങ്ങനെയുള്ള ഒരു പുണ്യ സിഫത്തുകൾ പല നിലക്കും തുല്യത ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് മഹാനായ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ കാലഘട്ടത്തിലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാവ്യക്തിത്വങ്ങൾ ആരെല്ലാം, അവരിലേക്കെല്ലാം ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹിയിലേക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ചും കർണാടകയിലെ ബിജാപുരം ഭാഗത്തേക്ക് ഒരുപാട് സാദാത്യങ്ങൾ യമനിൽ നിന്ന് വന്നു. ആ സാദാത്യങ്ങൾ ചില സാദാത്യങ്ങൾ വെല്ലൂർ ദാറുസ്സുറൂർ എന്നത് ആ പുണ്യ നാട്ടിലേക്ക് തിരിഞ്ഞു. ചില സാദാത്യങ്ങൾ യുപിയിലെ ഈട്ട മാർഹറ ഷരീഫിലേക്ക് നീങ്ങി. ആ 2 സാദാത്യങ്ങളോടും എല്ലാ നിലക്കും മജ്മഉൽ ബിഹാർ, എല്ലാ സമുദ്രത്തിലും
മഹാനവറുകൾ നീന്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മഹാനാണ് ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അതോടുകൂടെ കേരളത്തിലെ ഒരുപാട് സാദാത്യങ്ങളുടെ സമുദ്രങ്ങളിൽ നീന്താൻ ഭാഗ്യം സിദ്ധിച്ച മഹാവ്യക്തിത്വമാണ് മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ സാധാരണ കേൾക്കുന്ന ഔലിയാക്കൾ ആരെല്ലാമുണ്ട് എല്ലാവരിലേക്കും സിൽസിലകൾ എത്തിച്ച ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. 200-ലേറെ മശായിഖിന്റെ സിൽസിലകളുള്ള മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിൻഹാജുൽ ആബിദീനിൽ രേഖപ്പെടുത്തിയതുപോലെ മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പ്രധാനമായ ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നഖാഉസ് സുലാഫ ഫീ അഹ്കാമിൽ ബൈഅത്തി വൽ ഖിലാഫ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഒരുപാട് മുഹദ്ദിസീങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ഇസ്തക്സിറു മിനൽ ഇഖ്വാനി ഫഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅത യൗമൽ ഖിയാമ. നിങ്ങൾ ഒരുപാട് മുഅ്മിനീങ്ങൾ ശഫാഅത്ത് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരുപാട് മശായിഖിനെ നിങ്ങൾക്ക് ഉണ്ടാകണം. യഥാർത്ഥ ത്വരീഖത്തിലുള്ള സുന്നത്ത് ജമാഅത്തിൽ ശക്തിയുള്ള ഒരുപാട് മശായിഖുകൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു. ആ നിലക്ക് മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹിലേക്ക് 200-ൽ അധികം ആ മശായിഖിന്റെ പരമ്പരകൾ മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ട് മഹാനവറുകൾ മഖ്സനുസ് സലാസിലിൽ ഹുസൈനിയ, അതുപോലെ ഫബത്തുൽ അസ്ഹർ, അതുപോലെ മറ്റു ഇജാസാത്തിൽ മദീന ലി ഉലമായി ബക്കത്ത വൽ മദീന തുടങ്ങിയ മഹത്തായ സനദുകളിൽ മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ സനദുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റഹ്മത്തുള്ളാഹിയുടെ മഖ്ബറത്തു ഷരീഫയുടെ പരിസരത്തുള്ള ബഹുമാനപ്പെട്ട ഖാദിരി ചിശ്തി റസ്വി ദാറുൽ മുതാല എന്ന് പറയുന്ന കുതുബ്ഖാന മഹാനാ ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയുടെ ഖലീഫയുടെ കുതുബ്ഖാനയാണത്. ആ മഹത്തായ കുതുബ്ഖാനയിൽ നമുക്ക് ചെന്ന് അവിടെ കടക്കുന്ന സമയത്ത് അജ്മീർ ഖാജ റളിയല്ലാഹുവിന്റെ ഒരു മകൻ സയ്യിദ് ലിയാഉദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവരുടെ മഖബറയുടെ നേരെ മുമ്പിലാണ് ഖാദിരി ചിശ്തി റസ്വി ദാറുൽ മുതാല അജ്മീർ ഷരീഫിലുള്ളത്. ആ ദാറുൽ മുതാല കയറിയാൽ തന്നെ നമുക്ക് കാണുന്ന ഒരു കിതാബുണ്ട്, അൽ ജവാഹിറുൽ ഖാലിയ മിനൽ അസ്നാദിൽ ആലിയ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ മഹത്തായ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഷറഫുൽ മില്ലത്ത് അല്ലാമ അബ്ദുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതിയ മഹത്തായ ഗ്രന്ഥമാണ്. ആ മഹത്തായ ഗ്രന്ഥം അൽ ജവാഹിറുൽ ഖാലിയ മിനൽ അസ്നാദിൽ ആലിയ എന്ന് പറയുന്ന മഹത്തായ ആ ഗ്രന്ഥം അറബിലെ വലിയ വലിയ 20ഓളം മശായിഖുകൾ മഹാനവറുകളോട് ഇജാസത്ത് ചോദിച്ചപ്പോൾ മഹാനവറുകൾ എഴുതിയ മഹത്തായ കിതാബാണ് അൽ ജവാഹിറുൽ ഖാലിയ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ 20ഓളം മശായിഖുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളിലേക്ക് എത്തിക്കുന്ന സിൽസിലകൾ അതിൽ ഒരുപാട് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അകാബിരീങ്ങളെ മുഖേനയും ബഹുമാനപ്പെട്ട അബുൽ ഫൈൽ യാസീൻ ഫാദാനി റഹിമഹുല്ലാഹ് മുഖേന ആലാ ഹസ്രത്ത് ഇമാമു അഹ്ലി സുന്ന റഹിമഹുല്ലയിലേക്ക് എത്തുന്ന സിൽസിലകളും മഹാനായ അബ്ദുൽ ഹക്കീം ഷറഫുൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ജവാഹിറുൽ ഖാലിയ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ അലവി ഇബ്നു അബ്ബാസ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിം ആ മഹാന്മാരായ മക്കയിലെ മുഫ്തിയായിരുന്ന മഹാനായ മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അവിടുത്തെ അത്വാലിഉസ് സഈദ് അൽ മുൻതഖബത്തി മിനൽ മുസൽസലാത്തി വൽ അസാനീദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇമാമു അഹ്ലി സുന്ന അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി എത്തുന്ന 2 സിൽസിലകൾ വ്യത്യസ്തമായ ത്വരീഖിലൂടെ മഹാനവറുകൾ അതിൽ പറയുന്നുണ്ട്. ഖുത്ബുൽ മദീന ലിയാഉദ്ദീൻ മദനി റഹ്മത്തുള്ളാഹി അലൈഹി ആലാ ഹസ്രത്തിന്റെ ശിഷ്യനാണ്, അതുപോലെ യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ശിഷ്യനാണ്, അതുപോലെ സദുർ ശരിയ അംജദ് അലി ആസമി റഹ്മത്തുള്ളാഹി അലൈഹി ശാലിയാത്ത് റഹിമഹുല്ലാഹിന്റെ ശരീക്കും, അതേപോലെ അംജിദിയ കോളേജിന്റെ പരിസരത്തിൽ മറവട്ടെടുക്കുന്ന സദുർ ശരിയ റഹിമഹുല്ലാഹിന്റെ ഉസ്താദ് വസി അഹമ്മദ് സൂറത്തി റഹിമഹുല്ലാഹിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ മദീന ലിയാഉദ്ദീൻ മദനി റഹ്മത്തുള്ളാഹി അലൈഹി അലി ഇബ്നു ഹുസൈൻ കിശേഷവി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാരഥന്മാരുടെ ആ ശിഷ്യന മുഖേനയും ആലാ ഹസ്രത്തിലേക്ക് എത്തുന്ന പരമ്പര ബഹുമാനപ്പെട്ട ഷറഫ് ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജവാഹിറുൽ ഖാലിയയിൽ പറഞ്ഞു. അതേപോലെ സയ്യിദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ത്വാലിഉസ് സഈദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലും പറയുന്നു. ഏതായാലും ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ അടുത്ത സിൽസിലകൾ എത്തിച്ച കേരളത്തിലെ വലിയ മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ കേരളത്തിലെ വലിയ വലിയ പണ്ഡിതന്മാർ ഇവർക്കൊക്കെ ഇമ്പിച്ചാലി ഉസ്താദ് മുഖേന, അതുപോലെ മന്നങ്ങൽ ഉസ്താദ് മുഖേന, അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് തങ്ങൾ, അതുപോലെ ഹംസ
തങ്ങൾ തുടങ്ങിയ ഒരുപാട് സാദാത്യങ്ങൾ, അതുപോലെ എംപിച്ചുകോയ തങ്ങൾ മുഖേന ബഹുമാനപ്പെട്ട ഇമാം ഹാലാ ഹസ്രത്തിലേക്ക് എത്തിക്കുന്ന പരമ്പരകളും ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാഹ് മുഖേനയാണ് നമ്മുടെ കേരളത്തിലെ അകാബിര്യങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേലവി റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി മഹാനവറുകളിൽ നിന്ന് പല നിലക്കും മഹാനവറുകൾക്ക് ബന്ധം സ്ഥാപിച്ചു. എത്രമാത്രം ഒരുപാട് മുസാഫഹകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. മുസാഫഹകൾ, ആ പുണ്യ മുസാഫഹകൾ, ഒരുപാട് മുസാഫഹകൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാഹുണ്ട്. മുസാഫഹത്തുൽ ജിന്നിയ, മുസാഫഹത്തുൽ ഖദ്രിയ, മുസാഫഹത്തുൽ മനാമിയ, മുസാഫഹത്തുൽ മഅമരിയ തുടങ്ങിയ ഒരുപാട് സിൽസിലകൾ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾക്കുണ്ട്. അതിലുള്ള മശായിഖിന്റെ ഒക്കെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പലനേക്കും തുല്യത ഇല്ലാത്ത വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ തസല്ലുബു ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ഉറച്ച് നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാവ്യക്തിത്വം. മഹാനവറുകളുടെ ഹറക്കാത്ത്, സക്കനാത്ത്, അഖ്വാല്, അഫ്ആല്, തസ്നീഫാത്ത് അതിന് സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സയ്യിദുൽ ഖാത്തിറിൽ രേഖപ്പെടുത്തി, ഫഇന്ന തസ്നീഫൽ ആലിമി വലദുഹുൽ മുഖല്ലദ്, ഒരു പണ്ഡിതന്റെ രചന അത് സാക്ഷരമായി നിൽക്കുന്ന സന്താനങ്ങളാണ്. ഒരു പണ്ഡിതന്റെ രചനകൾ, തസ്നീഫാത്തുകൾ, കിതാബുകൾ അത് സാക്ഷരമായി നിൽക്കുന്ന ഗ്രന്ഥങ്ങളാ, സന്താനങ്ങളാണെന്ന് മഹാനായ ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സയ്യിദുൽ ഖാത്തിറിൽ രേഖപ്പെടുത്തുകയാണ്. ആ നിലയ്ക്ക് ഒരുപാട് തസ്നീഫാത്തുകൾ, എത്രയെത്ര അത്തൈലിഖാത്തുൽ അസ്ഹരിയ, ഈ മർക്കസു അകാബിർ അഹ്ലി സുന്ന ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയുള്ള ഒരുപാട് കിതാബുകൾക്ക് അത്തൈലിഖാത്തുൽ അസ്ഹരിയ മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ആ ഓരോ ഹർഫുകളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നാഫിയായ ഉലൂം നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തസല്ലുബു ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ഉറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അതോടുകൂടെ ഇഹ്ഖാഖുൽ ഹഖ്, ഹഖിനെ ഹഖാക്കി സ്ഥിരപ്പെടുത്താൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖായിദുകളെയും അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഅമൂലാത്തിനെയും ധാരാളം തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെടുത്തിയ മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അതിനെതിരിൽ ആരെല്ലാം എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, വഞ്ചനകൾ നടത്തുന്നു, അതെല്ലാം സമുദായത്തിലേക്ക് കാണിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. എത്രമാത്രം ഡൽഹിയിലെ മുഹദ്ദിസീങ്ങളുടെ ഖബർസ്ഥാൻ എന്ന പേരിൽ ഒരു ഖബർസ്ഥാനുണ്ട്, മഖ്ബറത്തുൽ മുഹദ്ദിസീൻ. ആ മഖ്ബറത്തുൽ മുഹദ്ദിസീനിൽ മറവട്ടെടുക്കുന്ന ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നും പലരും തെറ്റിദ്ധരിച്ച് നടക്കുകയാണ്. പക്ഷേ ആ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ബിദ്അത്തുകാര് ശ്രമിച്ച പ്രവർത്തനങ്ങളും വഞ്ചനകളും തുറന്നു കാണിച്ച ഒരു മഹാവ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി കേരളത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അർറിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞത് കാണാം, കുല്ലു നബിയ്യിൻ ലഹറത്ത് കറാമത്തുഹു അലാ വാഹിദിൻ മിൻ ഉമ്മത്തി ഫഹിയ മഅദൂദത്തും മിൻ മുഅ്ജിസാതിഹി. അതായത് ഔലിയാക്കളെ മുഖേന ഉണ്ടാകുന്ന കറാമത്തുകൾ മുഴുവനും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അതാഇൽ ജാബി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്ലു സുന്ന അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് പറഞ്ഞിരുന്നു, മുഅ്ജിസത്തും മിൻ മുഅ്ജിസാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്തായിരുന്നു മഹാനവറുകൾ എന്ന് ബഹുമാനപ്പെട്ട ഫുയൂലാത്തുൽ മലക്കിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്ത് ഫാസിൽ ബറേലവി റഹ്മത്തുള്ളാഹിയുടെ സഹവാസത്തോടുകൂടെ മഹാനവറുകളുടെ ഖലീഫമാരുടെ കൂട്ടത്തിൽ, മഹാനവറുകളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേലവി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യന്മാർ ആരൊക്കെയാണ്, ഖുലഫാക്കൾ ആരൊക്കെയാണെന്ന് കേരളത്തിലേക്കാളും കൂടുതൽ പഠനം നടത്തിയത് ഉത്തരേന്ത്യൻ ഉലമയാണ്. കേരളത്തിലേക്കാളും കൂടുതൽ പഠനം ഇമാം ഷാലിയാത്തി റഹിമത്തുള്ളാഹിനെ സംബന്ധിച്ച് നടത്തിയത് കേരളത്തിന്റെ പുറത്തുള്ള ഉലമയാണ്. അതുകൊണ്ട് ജഹാനെ ഇമാം അഹമ്മദ് റളിയല്ലാഹു ബറേലി ഷരീഫിൽ നിറങ്ങിയ മഹത്തായ ഗ്രന്ഥം, അതേപോലെ തജല്ലിയാത്ത് ഖുലഫാ ആലാ ഹദ്റത്ത്, അതിലൊക്കെ 92 പ്രധാനപ്പെട്ട ഖലീഫമാര് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. അതിൽ 71ാമത്തെ പേരുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയാണ്. 71ാമത്തെ പേര് മുംതാസുൽ മുഹദ്ദിസീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി മലൈബാരി
റഹിമഹുല്ല എന്നാണ് അതിലൊക്കെ കാണുന്നത്. മാത്രമല്ല ചില മഹാന്മാർക്ക് ശിഷ്യത്വം മാത്രമുണ്ട്, ചില മഹാന്മാർക്ക് ഖിലാഫത്ത് മാത്രമുണ്ട്. എന്നാൽ ഇമാം ശാരിയാത്ത് റഹിമഹുല്ല പോലത്തെ 10ഓളം വരുന്ന മഹാന്മാർക്ക് ഖിലാഫത്തും ശിഷ്യത്വമുണ്ട് എന്ന് മഹത്തായ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വറഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ആ മഹാനവറുകൾ മഹാനായ ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി കാണിച്ചു തന്ന ആ പാത, മുൻഗാമികൾ പഠിപ്പിച്ച ആ പാത, ആ പാതയെ വിട്ടുകളയാതെ കേരളത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഉലമാക്കളെ നിർത്തിവെച്ച് തെളിവോടുകൂടെ സമർത്ഥിപ്പിക്കുകയും എല്ലാവർക്കും ഒരൊറ്റ അക്ഷരം എതിര് പറയാതെ എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത് നിയമം പാസാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ അത് ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ കറാമത്താണ്, ആ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ദലായിലാണെന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഹക്കിനെ ഹക്കാക്കി സ്ഥിരപ്പെടുത്തുക, അതോടുകൂടെ ബാത്തിലിനെ റദ്ദ് ചെയ്യുക. അത് കള്ളത്വരീഖത്തായാലും വേണ്ടില്ല, വഹാബിയത്തും മൗദൂദിയത്തും ദേവബന്ദിയത്തായാലും വേണ്ടില്ല, എല്ലാവർക്കും ശക്തമായി റദ്ദ് ചെയ്ത് ഹക്കിനെ ഇവിടെ വെളിവാക്കി അൽ ഹഖു യഅലു വലാ യുഅലാ, ഹക്ക് എപ്പോഴും മേലെയാണ്, അതിനെ താഴ്ത്തിക്കളയാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന് മഹാനായ ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി വിളിച്ചു പറഞ്ഞു. ആര് ബിദ്അത്തിനിക്ക് കോടി വെച്ചു കൊടുത്താലും ബിദ്അത്തിനിക്ക് വെള്ള പൂശിയാലും ഹക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളക്ക് ഗ്രന്ഥരചനത്തോടുകൂടെ എല്ലാ പണ്ഡിതന്മാരെ നിർത്തിവെച്ച് തെളിയോട് സമർത്ഥിപ്പിച്ച മഹാവ്യക്തിത്വമാണ് ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു മഹാനവറുകളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ആ മഹാനവറുകളുടെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ ആ മഹാനവറുകൾ ത്വരീഖിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മശായിഖ്, വെല്ലൂരിലെ മശായിഖ്, മലബാറിലെ മശായിഖ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയുടെ ആ ത്വരീഖിലൂടെ ജീവിക്കുമ്പോൾ ആ മഹാനവറുകളുടെ പുണ്യങ്ങൾ നമുക്ക് പരിപൂർണമായി കരസ്ഥമാകും. മാത്രമല്ല മഹാനവറുകളുടെ ആ പുണ്യം കരസ്ഥമാക്കാൻ നമ്മുടെ കേരളത്തിലെ അക്കാബിര്യങ്ങൾ പല നിലക്കും പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് മഹല്ലറത്തുൽ ബദ്രിയ. ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഖസീദത്തുൽ ബദ്രിയാണ് അതിൽ ഉള്ളത്. ആ ഖസീദത്തുൽ ബദ്രിയ മുഖേന ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ആ ശറഫാക്കപ്പെട്ട കയ്യിലൂടെ എഴുതപ്പെട്ട ആ തവസ്സുല് വൈത്തും ആ ബദ്രീങ്ങളുള്ള തവസ്സുല് അത് ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരായ ബദ്രീങ്ങൾ അതുപോലെ നമ്മുടെ മഹത്തുക്കളൊക്കെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ അഅ്താ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി ദേശം വെക്കുക, അല്ലാഹുവിന് വേണ്ടി കൊടുക്കുക, അല്ലാഹുവിന് വേണ്ടി തടയുക, അങ്ങനെ ചെയ്യുന്നവർക്ക് പരിപൂർണ ഈമാൻ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ബിദ്അത്തുകാരെ ബഹുമാനിച്ചാൽ അവൻ ഇസ്ലാമിനെ പൊളിക്കുന്നതിന്റെ മേൽ സഹായിച്ചു. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ടാണ് അവിടുത്തെ ബസീറത്ത് കൊണ്ട് മഹാനവറുകൾ എല്ലാ പണ്ഡിതന്മാരോടും ഏകോപിച്ചുകൊണ്ട് എടുത്ത തീരുമാനം. കാരണം ബിദ്അത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട. ബിദ്അത്തിന്റെ വിഷയത്തിൽ കാരണം നമ്മുടെ ഒരു സ്വത്ത് കക്കും എന്ന് നമുക്കറിഞ്ഞാൽ ഒരു കള്ളന് നമ്മൾ അടുത്തുണ്ടായാൽ നമ്മുടെ സ്വത്ത് എത്രമാത്രം നമ്മൾ സൂക്ഷിക്കും. കാരണം ഈ കള്ളൻ അറിയപ്പെട്ട ഒരു കള്ളൻ ഞങ്ങൾ അടുത്തുണ്ട്, നമ്മുടെ സ്വത്ത് നമ്മൾ എത്രമാത്രം സൂക്ഷിക്കും. കാരണം ഞങ്ങൾ പരിസരത്തുണ്ട്, നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ് ഈമാൻ. ആ ഈമാനേക്കാൾ വലിയ ഒരു സ്വത്ത് വേറെ ഇല്ല. അതുകൊണ്ട് ആ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, ഈമാനെ കക്കുന്ന കള്ളന്മാരാണ് മുനാഫിഖീങ്ങളായ ബിദ്അത്തുകാര്. അതുകൊണ്ട് സഹവാസം ഡേഞ്ചറാണ്. ആ ബിദ്അത്തിന്റെ സഹവാസം ഉണ്ടായാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും എന്ന നിലക്കാണ് ഈ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച സന്ദേശം. ബിദ്അത്തിനെ സൂക്ഷിച്ചു കൊള്ളണം, ബിദ്അത്തിനെ സൂക്ഷിച്ചു കൊള്ളണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി സമസ്തയുടെ എല്ലാ ഉലമാക്കളെ നിർത്തിവെച്ച് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളൊക്കെ സമർത്ഥിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയം തുറന്നു കാണിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഫതാവ ദീനിയ ബി തൻകബിൽ ഹഫലത്തിൽ ഐക്കിയ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ
ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഇബാറത്തുകളും അതുപോലെ ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി സമർപ്പിക്കുന്നത്. അതുപോലെ അൽ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശർഇയ്യ എന്ന് പറയുന്ന മഹത്തായ ഫതാവയിലും ബിദ്അത്തുകാരോട് സഹവാസം എങ്ങനെ അത് ഡേഞ്ചറാണ് എന്ന് വ്യക്തമായി ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഈമാൻ സലാമത്തിന് വേണ്ടി, ആഖിബത്ത് നന്നായി കിട്ടണം. കാരണം ഞങ്ങളൊക്കെ മുസ്ലിമായി ജനിച്ചിട്ടുണ്ട്, ഇനി മുസ്ലിമായിട്ട് ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ആഖിബത്ത് നന്നായി പരിപൂർണ ഈമാനോടുകൂടെ മരിക്കണം എന്ന നിലക്കാണ് ഈ മഹത്തുക്കൾ നമുക്ക് ഉപദേശിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹു സുദൂറിൽ രേഖപ്പെടുത്തുന്ന സംഭവം കാണാം. ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടെ പരിസരത്ത് പോയി കുറച്ച് ആളുകൾ കലിമ ചൊല്ലിക്കൊടുത്തു.